എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പറയാം. കൃത്യമായൊരു വീഡിയോ നമ്മളിവിടെ പറയുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ഫയൽ ഈ ഒരു വസ്തു ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. തൽക്കാലം നിങ്ങൾ പ്രതിസന്ധിയിൽ തന്നെയാണ്. അതായത് നിങ്ങളൊരു സ്ഥലത്ത് ലോക്കായി കിടക്കുക, ട്രാപ്പായി കിടക്കുകയാണ്. ഏതോ ഒരു സംഭവത്തിൽ നിങ്ങൾ ലോക്കായി കിടക്കുന്നു, ട്രാപ്പായി കിടക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വ്യക്തികൾ ട്രാപ്പ് ചെയ്തതായിരിക്കാം, പല വിഷയങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്രശ്നമാകാം. ഇപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെയുള്ള പ്രശ്നമാകാം. അല്ലെങ്കിൽ നിങ്ങളൊരു അവസരത്തിന് വേണ്ടി നടന്നിട്ട് അവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല, ഒരിടത്ത് നിങ്ങൾ പെട്ടുപോയി എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഒരു ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ്, ലോക്കായി കിടക്കുകയാണ്. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്ന് വിചാരിച്ചോ. പക്ഷേ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾ ആ പ്രതിസന്ധിയിൽ നിന്ന് പെട്ടെന്ന് ഊരിപ്പോരാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ പാരമ്യതയിൽ നിൽക്കുകയാണ്. ഇനി അതിൻ്റെ വ്യാപ്തി കുറഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ കഴിയും. ആ പ്രതിസന്ധിയെ നിങ്ങൾക്ക് കൃത്യമായി മറികടക്കാൻ കഴിയും. അതിനുള്ള ഒരു കാരണങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. പക്ഷെ അതുവരെ ക്ഷമിച്ചു നിൽക്കുക. നിങ്ങളുടേതും കൂടി ആയൊരു തെറ്റുകൊണ്ടാണ് നിങ്ങൾ ഈ ട്രാപ്പിൽ പെട്ടത്. ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് നിങ്ങളുടെയും കൂടി ആവശ്യമാണ്. കൃത്യമായി ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആഗ്രഹം നടക്കും. പക്ഷെ ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്. അത് ഉടൻ തന്നെ അതിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടും. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എന്ത് തരം ഒരു ലോക്കായി കിടക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഇനി കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകില്ല. അടുത്തതായിട്ട് രണ്ടാമത്തെ പാല് തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ചാണ് പറയുന്നത്. നിങ്ങളൊരു പരീക്ഷണഘട്ടം കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്കാരാണ്. പരീക്ഷണഘട്ടം കഴിഞ്ഞ് നിങ്ങളുടെ പ്രതിസന്ധിയെ തരണം ചെയ്തിരിക്കുന്നു. ഒരു ബ്രിഡ്ജാണ് നമ്മളവിടെ കാണുന്നത്. ഒരു ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളോ മോഹങ്ങളോ, അത് വ്യക്തിയായിട്ടുള്ള ബന്ധമായാലും ശരി, കാര്യങ്ങളായാലും ശരി, അധികാരമാണെങ്കിലും ശരി, ഭൗതിക ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ മാറി. ഇപ്പോൾ നിങ്ങളതിൻ്റെ ഒരു ഗുണഫലം അനുഭവിക്കുന്നുണ്ട്. മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായ ആശങ്ക മാറി. നിങ്ങളെ താങ്ങാനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാനും ചിലർ വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അവരുടെ ശക്തി നിങ്ങൾക്കുണ്ട്. അവരുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് തനിയെ നടന്നെത്താൻ കഴിയുന്നു. ഇത്രയും കാലം ഭയപ്പെട്ട്, ഇത്രയും കാലം ബുദ്ധിമുട്ടായി, ഇത്രയും കാലം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലായി ജീവിച്ചിരുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അതെല്ലാം മാറി വളരെ പോസിറ്റീവായിട്ട്, വളരെ ശാന്തമായ രീതിയിൽ, വളരെ സമാധാനപൂർവമായിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു. മുൻപ് നിങ്ങൾക്ക് ഇതൊന്നിനൊന്നും അവസരം കിട്ടിയിരുന്നില്ല. മുമ്പ് നിങ്ങളൊരു പ്രതിസന്ധിയിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ റിലീഫ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ണിൽ കാണാം. അതായത് മുമ്പത്തെ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്, മുമ്പത്തെ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു രക്ഷയിലേക്ക് എത്താൻ കഴിയുന്നത്, അതെല്ലാം ഇവിടെ ദൃശ്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറേ നാളായിട്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. സ്വപ്നം കാണാൻ പോലും നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി സ്വപ്നം കാണൽ മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. അടുത്തതായിട്ട് ഒരു തൊട്ടിയാണ്. രണ്ട് മരങ്ങൾക്കിടയിൽ കെട്ടിയ കിടക്കാൻ കഴിയുന്ന ഒരു തൊട്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. തൊട്ടിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ തൊട്ടിൽ ചെറിയ കുട്ടികൾക്ക് കിടക്കാനുള്ളതല്ല. വലിയ ആളുകൾക്ക് ചെറുതായിട്ട് ആടി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരവസരമാണ്. ആ ഒരു വസ്തുവാണ് ആ കാണുന്നത്. മറ്റൊന്നുമല്ല, അത് തന്നെയാണ്. നിങ്ങൾ റിലാക്സിലേക്ക് വന്നിരിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് മാനസികമായിട്ട് വെറുതെ ഇരിക്കാം. നിങ്ങൾ ഇരിക്കുന്നിടത്ത് കാര്യം നടക്കാൻ പോകുന്നു. നിങ്ങൾ വെറുതെ പറയുകയല്ല, നിങ്ങൾക്കതിൻ്റെ ഒരു ലക്ഷണങ്ങളെത്തും. നിങ്ങൾ ഇരിക്കുന്നിടത്ത് കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം കടന്നു വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്
മനം മടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ കഷ്ടപ്പെടണോ? ഇനിയും എനിക്ക് എന്താണ് അവസരങ്ങൾ വരാത്ത? ഇനിയും എന്താണ് എനിക്ക് സൗഭാഗ്യങ്ങൾ വരാത്തത്? ഞാനിങ്ങനെ എല്ലാ കാലത്തും പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയാൽ മതിയോ? എൻ്റെ ഈ പ്രതിസന്ധിയും തടസ്സങ്ങളൊക്കെ എന്ന് അവസാനിക്കും? എനിക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കാത്ത ദിവസങ്ങളില്ല, സമയങ്ങളില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് നൽകുന്നത് ഒരു റിലാക്സേഷനാണ്. ഇത് നിങ്ങൾക്ക് നൽകുന്നത് ഒരു സംരക്ഷണമാണ്. ഒരു ടെൻഷനും ഒരു പ്രതിസന്ധിയും നിങ്ങളെ വന്ന് ബാധിക്കുന്നില്ല, നിങ്ങൾക്ക് പ്രശ്നമാകുന്നില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ സൗകര്യാർത്ഥം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് വലിയ തരത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസരം, ജീവിതത്തിൽ മുന്നോട്ട് എത്താൻ കഴിയുന്ന ഒരവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സന്തോഷിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.